ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ അപ്പം ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ? അപ്പോൾ കുറച്ച് ബീഫിൻ്റെ എല്ലും പാടി അതും ഇതൊക്കെ കുറച്ചും കൂടി അങ്ങനെ മാറ്റി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകാട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്നുള്ളതിലാണ് കേട്ടോ. അപ്പം ഇന്ന് മോള് പോകാനായിക്കണം. അപ്പോൾ ഒരു ബിരിയാണിയും കൂടിയാണ് വെച്ചെടുത്തുകാണ്ടാണ് പോവാം. പിന്നെ ആരാ നമ്മൾ ഒറ്റക്ക് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിക്കാണ്ടേ അപ്പോൾ അതും കൂടി ഉണ്ടാക്കുകയാണ്. നല്ല നല്ല കുറവുകൾ ഇതാട്ടാ, വലിയ വലിയ എല്ലിനാണ് ഞാൻ ഈ കുറവെന്ന് പറയുന്നത് കേട്ടാ. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്, ചിക്കനേക്കാളും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ബീഫ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച് കാണുന്ന കണ്ടു നോക്കിട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെന്താ, പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ പെരുന്നാളൊക്കെ എല്ലാവരും പെരുന്നാളും കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സ്കൂളിൽ പോണ ഓരോരോ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ? ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ഇല്ല, ഇതൊന്നും മുറിച്ചാൽ വയ്ക്കണേ, ഇതൊക്കെ അങ്ങനെയാണ് ഇടുക. നല്ല നെയ്യുണ്ട്, നെയ്യൊക്കെയാണ് കട്ട് ചെയ്ത് കാണാൻ കളിയും ചെയ്യുക. അതൊക്കെ വെന്താലും ആ ബിരിയാണിയിലാണ്ടേ ഊരി ഇങ്ങോട്ട് പോന്നോളും. നല്ല നെയ്യാണ്, ഓവർ നെയ്യ് ഉണ്ടായാൽ പറ്റൂല. നല്ല രസമാണ്, നല്ല പാട പിന്നെ എല്ല് പിന്നെ പാടയിറച്ചി അങ്ങനത്തെ ഒക്കെ ബിരിയാണിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. വെറും ഇറച്ചിയാകുമ്പോൾ ബിരിയാണിക്ക് അത്ര രുചി കിട്ടൂല. കുറച്ചൊരു നെയ്യോട് കൂടിയുള്ള കഷ്ണങ്ങളൊക്കെ ആകുമ്പോഴേ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കുട്ടൻ ബിരിയാണിയാണ് ഇപ്പോൾ വെക്കണത്. ഈ മഴയത്ത് ഇങ്ങനെ കുട്ടൻ ബിരിയാണി ഉണ്ടല്ലോ, കഴിച്ചാലും ഇങ്ങോട്ട് പൂതി തീരൂല. അപ്പോൾ ഓള് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കൊണ്ടുപോകാനും കൂടി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിക്കോളീന്ന് പറയുന്നുണ്ട്. മഴക്കാലത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ കുട്ടൻ ബിരിയാണിയൊക്കെ. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂല് പിന്നെ നീച്ചൂല. അമ്മ നല്ല മഴയാണ്. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? നല്ല തുടങ്ങിയതട്ടോ നമുക്ക് ഇവിടെ മഴ, നല്ല മഴ കേട്ടോ. പിന്നെ അപ്പോൾ ആ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. അപ്പോൾ പുറത്തുണ്ടായിക്കാണ്ട് കഴുകാൻ ഇറച്ചി മീനൊക്കെ ഞാൻ പുറത്തുണ്ടായിക്കാണ്ട് തന്നെയാണ് കഴുകൽ, അകത്തുനിന്ന് കഴുകലൊന്നുമില്ല. മഴ കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടാണ് ഇവിടെ വെച്ചാണ് കഴുകണത്. അപ്പോൾ ആ കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സിങ്കൊക്കെ നല്ലോണ്ട് വരച്ച് മൂറിയിടാൻ. ഇവിടെ ഞാൻ ഒന്നും കഴുകലില്ല. ഇവിടെ ഒന്ന് കൈ കഴുകാന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കലില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നന്നാക്കി കൊണ്ട് നിൽക്കണ്ട വിചാരിച്ചിക്കാണ്ടേ. അപ്പോൾ ഇപ്പം മഴ കാരണം പുറത്തിറങ്ങാൻ വെച്ച. അപ്പോൾ അതൊക്കെ നമ്മൾ അരച്ചിട്ടാ ഇത് വെച്ചിട്ട് നല്ലൊരു ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കണമൊക്കെ ഒന്ന് കണ്ടു നോക്കിയെന്നാൽ. എന്നിട്ട് നോക്കുകയാണെങ്കിൽ മക്കളെ തൊട്ടുകാരുണ്ടാവുമോ? നമ്മളിപ്പോൾ ഇത് അങ്ങാടിയിൽ നിന്നൊക്കെ കായ് എടുത്ത് കൊണ്ടുവരികയാണെങ്കിലേ ഇതൊക്കെ നമുക്ക് വേദനയാണ്, നഷ്ടല്ലേ. ഇത്രയും നെയ്യാണ് കേട്ടോ, അതൊക്കെ ഫുള്ളും നെയ്യ്. എന്നാൽ തന്നെ ബിരിയാണി അതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. ഇത്രയും നെയ്യ് ഞാൻ ഒഴിവാക്കുകയാണ്. എത്ര പോരം നെയ്യാണ് അല്ലേ. ഇത് വിലം കൂടി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാൻ പറ്റൂല, അവിടെ സംസാരിക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഇത് ഒഴിവാക്കട്ടെ എന്ന് പറയാം. അപ്പോൾ എൻ്റെ മോള് കാട്ടി കൊടുത്ത മോള് പറയാണ്, പഠിച്ചോനെ ഇതൊക്കെ ഈ നെയ്യാണ്, ഇത് നല്ലതില്ലേന്ന് ഇത്രയും തോനെ കണ്ടിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇട്ടാൽ പിന്നെ കഴിക്കാൻ പറ്റൂലല്ലോ, അങ്ങനത്തെ ഒഴിവാക്കുകയാണ് കേട്ടോ. ഒരുപാട് നെയ്യ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇറച്ചിയേ കിട്ടുള്ളൂ, ബാക്കി മുഴുവൻ നെയ്യേക്കാരം. അപ്പോൾ കളയാൻ വേദനയാണ്. വേദനിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തടി കേടാവും. അത് പേടിച്ചിട്ടാട്ടോ അത് മുഴുവനും കളയണത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തങ്ങനെ. ബിരിയാണി ആയാലും പല ആൾക്കാരും പല രീതിയിലാണ് ഉണ്ടാക്കല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കണ വേറെ രീതിയാവും, നിങ്ങളിപ്പോൾ കാണുന്നവർക്ക് ഇപ്പോൾ വേറെ രീതി ആയിക്കാരം. പല മോഡലിലും ഉണ്ടാക്കും ബിരിയാണി. നല്ല രുചി ഉണ്ടായി കിട്ടിയാൽ മതി അല്ലേ. കുറച്ച് ഉപ്പൂട്ടാ. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ബിരിയാണി മസാല കുറച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. എല്ലുമലൊക്കെ നല്ലോണം പിടിച്ചട്ടെ, ബിരിയാണീൻ്റെ ചൂര് മണക്കാണ് കിട്ടട്ടെ നല്ലോണം ഉണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഇപ്പം തന്നെ ഇട്ട് കൊടുത്താലേ ഇറച്ചിമലൊക്കെ എല്ലല്ലേ നല്ലോണം പിടിച്ചിട്ടുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കും കേട്ടോ.
നമ്മളെ കുറുകളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടാ. ഇട്ട് വിടാനേ ഇനി നമ്മളേ മസാല വാട്ടിയിട്ട് അരിക്കിട്ട് കൊടുത്തുകാണ്ട് കുറച്ച് നേരം വാറ്റുമല്ലോ. പിന്നെ ദമ്മിലും കൊടുക്കും. അപ്പോത്തിന് ഇങ്ങോട്ട് അടിപൊളിയാവും കേട്ടോ. വെള്ളമൊന്നും ഞാൻ വെച്ചിട്ടില്ല, അത്രയും വെള്ളം ഉണ്ട്. ഇത് നല്ല മസാലയൊക്കെ ഒഴിച്ചു കൊടുത്താണ്ടല്ലോ നല്ല കുട്ടൻ്റെ ഒരു സ്മെല്ലും ചൊയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള ഗരം മസാലയൊക്കെ പൊടിച്ചിട്ടോ. അതിന് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, തക്കോലം എല്ലാ സാധനവും എടുത്തേക്കണം കേട്ടോ. ഒക്കെ എടുത്തുകാണ്ട് പൊടിച്ചാണ്. പിന്നെ നമ്മൾ പൊടിച്ചുകാണ്ട് എടുക്കുമ്പോൾ നല്ലൊരു ചൂര് മണം ഉണ്ടാവും ബിരിയാണിക്ക്. പിന്നെ പൊടിച്ച് വെച്ചതൊക്കെ ആകുമ്പോൾ പിന്നെ അതിന് വാസനയൊക്കെ പോയാൽ നല്ല മൂടിയുള്ള കുപ്പിയില്ലാഞ്ഞാൽ വാസന പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും അതും ഇതൊക്കെ ഒന്ന് ചതച്ച് വെച്ചുകാണ്ടേ ഒക്കെ അരിഞ്ഞൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് തീ പിടിപ്പിച്ചുക, പിന്നെ കലം വെക്കുക, ഉള്ളി വഴറ്റുക, അതൊക്കെ തന്നെയാണ് കേട്ടോ. തീയൊക്കെ നല്ലോണം പൊടിച്ച് കിട്ടിയിരിക്കണം. കാറ്റും കൊണ്ടൊക്കെ ഉണ്ട് പാറുകയാണ് കേട്ടോ, നന്നായിട്ട് നല്ല പുകയും. അപ്പോൾ സീനുവിൻ്റെ സ്പെഷ്യലാട്ടോ. സീനുവാണൊക്കെ ഉണ്ടാക്കണത്. അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഓള് ചോദിക്കണുള്ളൂ. ഓളാണ് എല്ലാം അരിഞ്ഞേക്കണതും എല്ലാം ഓളാണ് ചെയ്തേക്കണത്. വഴറ്റണതും അരിഞ്ഞതും ഒക്കെ ഓൾ തന്നെയാണ്. ആ ഇറച്ചി ഇതൊക്കെ ഞാൻ ഒന്ന് മസാല ഇട്ടിക്കാണ്ട് അടുപ്പത്ത് വെച്ചു എന്നുള്ളൂ. അതൊക്കെ ഓള് കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എല്ലല്ല അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യുമ്പോൾ തട്ടുക എന്നുള്ള പേടിയോണ്ട് ഞാൻ കുഴച്ച് കൊടുത്തുകാണ് ഞാൻ അടുപ്പത്ത് വെച്ചാണല്ലോ. ഓളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഓളാണ് ഇപ്പം ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാ ഉള്ളിയും എല്ലാ സാധനവും നല്ലോണം വഴറ്റിയിട്ടാ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. പിന്നെ സവോള ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു, പിന്നെന്താ തക്കാളി ഇട്ടു. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടാ, മല്ലിച്ചപ്പ്, പുതിന, എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ തീ കുറച്ച് നേരം നല്ലോണം സിമ്മിൽ വെച്ചുകാണ്ട് മൂടി വെച്ചുകാണ്ട് മസാല നല്ലോണം വഴറ്റി നല്ലോണം വെന്ത് കണ്ട് അലീസായതിൻ്റെ ശേഷമാണ് നമ്മളെ വെന്ത ബീഫ് ഉണ്ടല്ലോ ആ ബീഫ് അതിലിട്ട് കൊടുത്ത് കേട്ടോ. കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തുകാണ്ട് ബീഫ് അതിലിട്ട് കൊടുത്തുകാണ്ട് ഒന്നും കണ്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ സിമ്മിലിട്ടാട് അങ്ങനെ കിടക്കുക തന്നെയാണ്. നല്ലോണം വെന്തോട്ടെ ബീഫ്, പിന്നെ വേവ് കയറൂലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ചോറ്റിന് വെള്ളം വെച്ചു. അതിക്ക് കുറച്ച് ഉപ്പും പട്ടയും ഗ്രാമ്പും പിന്നെന്താ വേലീഫും എല്ലാം ഇട്ട് കൊടുത്തേക്കട്ടാ. വെള്ളം തിളച്ച് വന്നിട്ടാണ് നമുക്ക് അരി കഴുകിക്കാണ്ട് അതിക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പൊ കാറ്റുകൊണ്ട് കണ്ണ് മോറത്ത് അങ്ങനെയാണ് കരുതുന്നുണ്ടോ. കാറ്റടിച്ചിട്ടേ പുകയും, കാറ്റടിച്ചുമ്പോ പുക മൊയ്വന്റെ എന്റെ മുഖത്തേക്കാണ് ആ പുക മുഴുവനോ. ഞാൻ പറയും സീനുവിനോട് ഇളനീർ കുഴമ്പൊന്നും കണ്ണ് തേക്കണ്ട സീനോ, കണ്ണു കൂടി പോക്കും ഒക്കെ നല്ലോണം വെള്ളം ഒലിച്ച് പോവുണ്ട്. അപ്പൊ ഓള് പറയാ ഇന്റതും അങ്ങനെ തന്നെ. ഓളും തന്നെ കണ്ണിങ്ങനെ ചിമ്പ് കണ്ട പുക ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വരിക കാറ്റിന്റെ ശക്തി കൊണ്ട്. അപ്പൊ നമ്മളെ അരിയൊക്കെ നല്ലോണം പിന്നെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇതാ കുറച്ച് ആർക്കേജ് ഒഴിച്ചുകാണ്ടേ അണ്ടി മുന്തിരിയും കൂടി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മള് പിന്നെ സവാള ഇട്ടപ്പോൾ മൂപ്പിച്ചെടുത്താൽ മതിയായിരുന്നു. മറന്നു. ഒരു തുള്ളി അണ്ടിയും പരിപ്പും മുന്തിരിയും കൂടി ഞാൻ പിന്നെന്താ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊന്ന് വരുമ്പോൾ ഭാഗത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് പിന്നെ ഓർമ്മ ആയത്. അപ്പോൾ ഓർമ്മ ആയപ്പോൾ ഞാൻ അതും കൂടി അല്ലാണ്ട് ആയിക്കോട്ടെ, അതിൻ്റെ കമ്മി വേണ്ടല്ലോ വിചാരിച്ചിക്കണ്ട് അതും ഇട്ടു. പോയി വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തുട്ടോ. ഇഞ്ഞോടെ കിടന്ന് വേവട്ടെ. പോയിട്ട് അടങ്ങി നിൽക്കോള അടിച്ചിരിക്കോട്ടെ. ആ കൈമേല് കയറ് കെട്ടിക്കണം, കസാരമ കെട്ടിടേ. ആ കസാരമ കെട്ടിടേ. ഇങ്ങനെ തന്നെ ഞാൻ പാത്രം മോമോള് കാട്ടുന്നു. കെട്ടിടേ. എന്റെ ഷാളിട്ടോ, ഷാളിട്ട് പോയി കെട്ടിടേ. ഇവിടെ എവിടെ ഞാൻ ബോഡി, ആ ബോഡി ഞാൻ ചോദിക്കോളി. എവിടെ ബോഡി, എവിടെ ബോഡി. ഒന്ന്
പൊട്ടിച്ച് നോക്കുക അങ്ങനെ ഉണ്ട് നോക്കാലോ അല്ലേ. ഓ ബിരിയാണി എന്താ സ്മെല്ലില്ലേ. അത് പറഞ്ഞു ശരിയാണല്ലോ. അത് വെച്ചു കൊടുക്കാം നമ്മള്. ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു നെയ്ച്ചോറും വെക്കാം. ആ ഒരു പാത്രം വേണ്ടി വരും. അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. കറക്റ്റ് വേവൊക്കെ നല്ല പാകത്തിന് കിട്ടിയിരിക്കണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നും കമ്മില്ല, ഒക്കെ പാകത്തിന് കേട്ടോ. ഇറച്ചിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചൂടുകൊണ്ട് കാണിച്ചു തരാൻ വയ്യ. അങ്ങനെ അങ്ങനെ വെന്തലിഞ്ഞേക്കണ് കിട്ടണില്ല. മൂന്നാളിതങ്ങനെ വായിൽ കപ്പലോട് വെള്ളം അങ്ങനെ നിറച്ച് നിൽക്കട്ടാ. ഓ ഇപ്പം ഇങ്ങനെ പോന്ന എന്താ ഇറച്ചി എന്താ രസടി. എല്ലാ മസാലയും കൂടി ആദ്യം ഇട്ടിട്ട് ഫുള്ളും അതിൽ പിടിച്ചേക്കണം. നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ്. പിന്നെ അപ്പം അതുകൊണ്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് കണ്ണീരൊഴിക്കുക വീഡിയോ. കാരണം വിറക് മഴ ചെയ്തിട്ട് കത്തണമില്ല. പിന്നെ കാറ്റാണെങ്കിലും എല്ലാം കൂടി ആയിട്ട് കുറെ ഗ്യാസ് പുകന്നെ കാറ്റുകൊണ്ട് ഗ്യാസുമ കുറെ അങ്ങോട്ട് വെക്കും, കുറെ അടുപ്പം കല്ലുമ്പൊക്കെ ഇങ്ങോട്ട് വെക്കും. അവസാനം പിന്നെ കുഞ്ഞാണി അറിയണ്ടാ എത്ര ഞാൻ പറഞ്ഞങ്ങള് കേടാനായപ്പോ പറഞ്ഞങ്ങള് കെടാനായപ്പോ ആളി കത്തി പറഞ്ഞ മാതിരി. പിന്നെ കണല് കോരിയിട്ടും തീരെയല്ല അമ്മാതിരി കത്തി പിടിച്ചും ചെയ്തു ലാസ്റ്റ് കത്തിയപ്പോ. അപ്പൊ ഞാൻ ഇപ്പൊ തിളച്ച വെള്ളം വെച്ച ഒരു കാലം വെള്ളം വെച്ചൊക്കെയാണ് വെറുതെ ഇങ്ങനെ അടുപ്പ് വെറുതെ പോയിട്ടേ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, എല്ലാവരും ലൈക്കും കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ലോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.